പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വിദേശ പ്രതിഭകളെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്ത് ഡൊണാൾഡ് ട്രംപ് കഴിവുള്ള വിദേശികൾക്ക് അവസരം നൽകുന്ന H-1B വിസ പദ്ധതിയെ അനുകൂലിക്കുന്നതായും ട്രംപ് അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിനു പിന്നാലെ സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന H-1B വിസ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഊന്നൽ നൽകി ഡൊണാൾഡ് ട്രംപ്. വളരെ കഴിവുള്ളവരെ താൻ ഇഷ്ടപ്പെടുന്നതായും അത്തരം ആളുകളാണ് അമേരിക്കയിലേക്ക് വരേണ്ടതെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. H-1B വിസയെ അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങളോടൊപ്പം താൻ നിൽക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക രംഗത്തെ മികവിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് രംഗത്തെ പ്രതിഭകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരണമെന്ന് ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ അനുയായികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കക്കാരുടെ ജോലി നഷ്ടമാകുമെന്നതിനാൽ ട്രംപിന്റെ മറ്റു ചില അനുയായികൾ H-1B വിസയെ എതിർക്കുന്നുമുണ്ട്. സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള അമേരിക്കയുടെ താൽക്കാലിക വിസയാണ് H-1B വിസ. 72% ഇന്ത്യൻ പൗരന്മാരാണ് H-1B വിസയിൽ US-ലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ൽ താമസിക്കുന്ന 18,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇന്ത്യ. ട്രംപ് ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കാനും വ്യാപാര യുദ്ധം ഒഴിവാക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. US-ൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാ പൗരന്മാരെയും തിരിച്ചറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഇന്ത്യൻ സർക്കാർ രേഖകളില്ലാത്ത 18,000 ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് US-ലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും. മറ്റ് പല രാജ്യങ്ങളെയും പോലെ ട്രംപ് ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്തുവാനും അതിന്റെ വ്യാപാര ഭീഷണികളുടെ ആഘാതം ഒഴിവാക്കാനുമാണ് ഇന്ത്യയും ശ്രമിക്കുന്നത്. സഹകരണത്തിന് പകരമായി ട്രംപ് ഭരണകൂടം തങ്ങളുടെ പൗരന്മാർ US-ലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റുഡന്റ് വിസകളും വിദഗ്ധ തൊഴിലാളികൾക്കുള്ള H-1B പ്രോഗ്രാമും സംരക്ഷിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023 അനുവദിച്ച 3,86,000 H-1B വിസകളിൽ ഏകദേശം 4/3 ഇന്ത്യൻ പൗരന്മാർക്കാണ് ലഭിച്ചത്. US-ലുള്ള രേഖകളില്ലാത്ത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം വ്യക്തമല്ല. എന്നാൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം 2022 വരെ US-ൽ 2,20,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ഈ വർഷം റിയൽ എസ്റ്റേറ്റ് വിപണി വളർച്ച നിലനിർത്തുമെന്ന് പ്രതീക്ഷ. ഉയർന്ന വാടകയും മോർഗേജ് നിരക്കുകളിലെ ഇടിവും കാരണം കൂടുതൽ വാടകക്കാർ സ്വന്തമായി പ്രോപ്പർട്ടി വാങ്ങാൻ മുന്നോട്ട് വന്നതായും റിപ്പോർട്ട്. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി വാലുസ്ട്രാറ്റിന്റെ അഭിപ്രായത്തിൽ ദുബായിലെ പ്രോപ്പർട്ടി സൈക്കിൾ അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ചില സെഗ്മെന്റുകളിലെ വില ഈ വർഷം സ്ഥിരത കൈവരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സ്ഥിരമായ ഡിമാൻഡും വിതരണവും തമ്മിലുള്ള അന്തരം കാരണം ഈ വർഷം റിയൽ എസ്റ്റേറ്റ് വിപണി നല്ല വളർച്ച നിലനിർത്തുമെന്ന് വ്യവസായ എക്സിക്യൂട്ടീവുകൾ അഭിപ്രായപ്പെടുന്നു. ദുബായിയുടെ പ്രോപ്പർട്ടി സൈക്കിൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്താൻ സാധ്യതയുള്ളതിനാൽ മാർക്കറ്റ് ട്രെൻഡുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നിക്ഷേപകർ നിർദ്ദേശിക്കുന്നു. മൊത്തത്തിലുള്ള വിപണി വളർച്ച മിതമായതായാണ് പ്രവചനം. മൂലധന മൂല്യങ്ങൾ വർഷത്തിൽ 5 മുതൽ 10% വർദ്ധിക്കും. ഇത് 2024 അപേക്ഷിച്ച് കൂടുതൽ മന്ദഗതിയിലുള്ള പ്രകടനത്തെ പ്രതിഫലിപ്പിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഉയർന്ന വാടകയും മോർട്ടഗേജ് നിരക്കുകളിലെ ഇടിവും കാരണം കൂടുതൽ വാടകയ്ക്കാർ ഉടമസ്ഥതയിലേക്ക് തിരിഞ്ഞതിനാൽ 2024 റെഡി ടു മൂവ് ഇൻ പ്രോപ്പർട്ടി ഡിമാൻഡ് വർദ്ധിച്ചതായി വാലുസ്ട്രാറ്റ് പറയുന്നു. റെഡി ടു മൂവ് ഇൻ ഹോം വിൽപ്പനയിൽ 12.3% വളർച്ചയുണ്ടായി. അതേസമയം ഓഫ് പ്ലാൻ വിൽപ്പന 2023 അപേക്ഷിച്ച് 76.4% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ഓൺലൈനിൽ ടാക്സി ബുക്ക് ചെയ്യുന്നവർക്ക് ഇനി അധിക സമയം കാത്തിരിക്കേണ്ടി വരില്ല. യാത്രക്കാർക്ക് ടാക്സി ബുക്കിംഗ് കൂടുതൽ സൗകര്യപ്രദമാക്കി ദുബായ് RTA. ദുബായ് നഗരത്തിൽ ഓൺലൈൻ ടാക്സികൾ ബുക്ക് ചെയ്താൽ 3 മിനിറ്റിനകം ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഓൺലൈനിൽ ബുക്ക് ചെയ്ത 74% പേർക്കും അധിക സമയം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ലെന്ന് ദുബായ് RTA അറിയിച്ചു. കരീം ആപ്പ് വഴിയാണ് ടാക്സി ബുക്കിംഗ് സേവനം ലഭ്യമാകുന്നത്. ഇത് എമിറേറ്റിലെ ഗതാഗതം കൂടുതൽ സുഗമമാക്കി. തിരക്കുള്ള സമയങ്ങളിൽ ടാക്സികൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടുന്നതിനും ആപ്പ് സഹായകമായി. 7,600 ടാക്സികളാണ് ഓരോ ദിവസവും റോഡുകളിൽ വഴിതിരിച്ചുവിടുന്നത്. ഓൺലൈനായി ടാക്സി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓൺലൈൻ ടാക്സി ബുക്കിംഗ് തിരഞ്ഞെടുത്തവരുടെ എണ്ണം 50% വർദ്ധിച്ചു. ഒരേ സമയം സേവനങ്ങളുടെ കാര്യക്ഷമതയും ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വർദ്ധിപ്പിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് വഴി സാധിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയ ജീവനക്കാർക്ക് സമൂഹമാധ്യമ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നതിന് മുൻകൂർ അനുമതി വേണമെന്നും നിർദ്ദേശം.
കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയ ജീവനക്കാർ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളോ യൂണിഫോം ധരിച്ച ഫോട്ടോകളോ പങ്കിടാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. തന്ത്രപ്രധാന വകുപ്പെന്ന നിലയിൽ രഹസ്യ സ്വഭാവവും പ്രൊഫഷണലിസവും അച്ചടക്കവും നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പ്രസ്താവനകളും അഭിമുഖങ്ങളും നൽകണമെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങണം. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയയിൽ നിന്നാണ് അനുമതി വാങ്ങേണ്ടത്. ഈ നിർദ്ദേശം ലംഘിച്ചാൽ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടികളും ക്രിമിനൽ നടപടികളും കൈക്കൊള്ളും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.